പല രോഗങ്ങളുടെയും തുടക്കം ശരീരത്തിൽ അടിയുന്ന അമിത കൊഴുപ്പിൽ നിന്നും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഹോർമോൺ വ്യതിയാനങ്ങളും ആണെന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, സ്ട്രോക്ക്, ഫാറ്റി ലിവർ, കാൽമുട്ടുവേദന, ഉപ്പൂറ്റുവേദന, നടുവേദന തുടങ്ങി ഒട്ടുമിക്ക രോഗങ്ങളുടെയും ചികിത്സയുടെ ഭാഗമായി തൂക്കം കുറയ്ക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ പലർക്കും എത്ര ശ്രമിച്ചാലും തൂക്കം കുറയുന്നില്ല. ജിമ്മിൽ പോയും നടന്നും ഒക്കെ കുറച്ച് കിലോ കുറയ്ക്കാൻ കഴിഞ്ഞാലും കുടവയർ അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. പലർക്കും കുറച്ചത് നിലനിർത്താൻ കഴിയാതെ വീണ്ടും കൂടുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം ചികിത്സയുടെ ആദ്യപടി എന്നത് ജീവിതശൈലി ക്രമപ്പെടുത്തി അമിത കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയും പേശികളെയും അസ്ഥികളെയും ബലപ്പെടുത്തുക എന്നതുമാണ്. രോഗിക്ക് അതിന് കഴിയാത്തതിനാലാണ് ഡോക്ടർമാർ മരുന്ന് നൽകാൻ നിർബന്ധിതരാകുന്നത്. മരുന്നുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ചികിത്സിക്കാം എന്ന് തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കേണ്ടി വരും. മാത്രമല്ല, മരുന്നുകൾ കൃത്യമായി കഴിച്ചാലും രോഗം നിയന്ത്രിക്കാനാകാതെ വരികയും അസ്വസ്ഥതകൾ കുറയ്ക്കാനായി ഓപ്പറേഷൻ ആവശ്യമായി വരികയും ചെയ്യാം. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷൻ്റെയും പാർശ്വഫലങ്ങളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്കായി തൂക്കം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഭക്ഷണത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? അമിതവണ്ണത്തെക്കുറിച്ചും അതുപോലെ അമിതവണ്ണം മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനും ബേസിക്കലി നമ്മൾ ആദ്യം എന്താണ് ഈ അമിതവണ്ണം എന്ന് പറഞ്ഞാലെന്നുള്ളതാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഒരു തൂക്കമുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ അത് കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ BMI ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം BMI 23 മുകളിലാകുമ്പോഴാണ് ഓവർ വെയ്റ്റ് എന്നും 27 മുകളിലാണ് ഒബേസിറ്റി എന്നും പറയും. ഇപ്പം 18 മുതൽ 23 വരെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം BMI നോർമൽ ആവുക. BMI എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഭാരസൂചിക, മലയാളത്തിൽ പറഞ്ഞാൽ ശരീരഭാരസൂചിക എന്ന് പറയും. അതെങ്ങനെയാണ് നോക്കണേ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. അതായത് 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 90 കിലോ ആണ് വെയിറ്റ് എങ്കിൽ 90 ഡിവൈഡഡ് ബൈ 1.7, അതായത് 1 മീറ്റർ 70 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ 70 സെൻറ്റിമീറ്റർ, അപ്പോൾ 1.7 ഇൻറ്റു 1.7 അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ BMI. അപ്പോൾ അങ്ങനെയുള്ള ഒരു BMI ലോ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആയിരിക്കും, ഹൈ നോർമൽ എന്ന് പറഞ്ഞാൽ 23 ആയിരിക്കും ഫോർ ഇന്ത്യൻസ്. ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടുതലാണ്, 18.5 to 25 ആണ് അവർ നോർമലായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മുമ്പ് തന്നെ, അതായത് ഈ 25 മുമ്പ് തന്നെ ഇപ്പം വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ച് പറയുന്നത് നോർമൽ വെയ്റ്റ് ഒബേസിറ്റി എന്ന് പറയും. അതായത് വെയ്റ്റ് നോർമലാണ് പക്ഷേ ഒബേസിറ്റി വരുന്നു, അങ്ങനെയും വരാം. അത് ഈ 23 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോർമൽ വെയ്റ്റ് ഒബേസിറ്റി തന്നെ കൂടുന്നു. അതായത് ഒബേസിറ്റി മൂലം ഉണ്ടാകുന്ന മെറ്റബോളിക് രോഗങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോം, അതാണല്ലോ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം സാധാരണ നമ്മൾ നോർമലിന് എടുക്കുന്ന ആ നോർമൽ വെയ്റ്റിൽ തന്നെ മെറ്റബോളിക് സിൻഡ്രോം വരുന്ന അതിനെയാണ് നമ്മൾ നോർമൽ വെയ്റ്റ് ഒബേസിറ്റി എന്ന് പറയുന്നത്. അതിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വെയിറ്റ് നോർമലാണ്, പക്ഷേ നമ്മുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലാണ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ BMI മാത്രമല്ല, നമ്മളൊരു ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ ബോഡി കോമ്പോസിഷനും കൂടെയാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ബോഡിയിൽ മെയിനായിട്ട് വരുമ്പം നമ്മൾ ഒന്ന് ഫാറ്റ് ഇതര വസ്തുക്കൾ, അതാണ് ലീൻ മാസ് എന്ന് പറയുന്നത്. അതിന് ഫാറ്റ് ഇതര വസ്തുക്കൾ, അതായത് മസിലും ബോണും ബ്ലഡും ഒക്കെ കൂടെ കൂടുന്നതാണ് ലീൻ മാസ്.
പിന്നെ ഫാറ്റ് മാസ്. ഈ ഒബേസിറ്റിയിൽ എപ്പോഴും ഫാറ്റ് ആയിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്. ലീൻ മാസ് ശരിക്കും പറഞ്ഞാൽ കുറയുമായിരിക്കും ചെയ്യുന്നത്. കാരണം മസിൽ സ്ട്രെങ്ത് കുറഞ്ഞു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒബേസിറ്റി ആകുമ്പോഴേക്കും ആൾക്കാർക്ക് മടിയാകും, അപ്പം എക്സസൈസ് കുറയും. പലപ്പോഴും എന്തെങ്കിലും രോഗങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കൂടെയാണല്ലോ ഒബേസിറ്റി വണ്ണം കൂടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവരുടെ ആക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് മസിൽ ശോഷിച്ചു പോകും. അപ്പം ഫാറ്റായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫാറ്റ് കൂടുന്നതനുസരിച്ചാണ് നമ്മൾ രോഗങ്ങളുടെ സാധ്യത കൂടുന്നത്. എല്ലാവരും പറയും എനിക്കിത് മുഴുവൻ മസിലാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ബേസിക്കലി വെയിറ്റ് കൂടുമ്പോൾ എപ്പോഴും അത് ഫാറ്റായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നുന്നതാണ് അത് മസിലാണ് കൂടുന്നത് എന്നുള്ളത്. അപ്പം ഫാറ്റ് കൂടുന്നതനുസരിച്ച്, ഫാറ്റ് മാസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കും. അപ്പം BMI, അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ വെച്ച് നമ്മൾ നോക്കുന്ന BMI ഉണ്ട് ഒരു കാൽക്കുലേഷൻ. അത് കൂടാതെ കുറച്ചും കൂടി ഒരു ആക്യുറേറ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ ബോഡി കോമ്പോസിഷൻ നോക്കാൻ നമുക്ക് ഇന്ന് 2 മെത്തേഡ്സ് ആണുള്ളത്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളതെന്നുള്ളത് ഡെക്സാ സ്കാനാണ്. അതിൽ പക്ഷേ എക്സ്റേ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഒബേസിറ്റിയുടെയൊക്കെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആ ബോഡി കോമ്പോസിഷൻ ചേഞ്ച് അറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ ഇംപെഡൻസ് സ്കാൻ എന്ന് പറയുന്നത്. അത് വളരെ എക്കണോമിക്കലാണ്. അതിനൊരു റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എത്ര പ്രാവശ്യം വേണേൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് സ്കാൻ പോലെയുള്ളതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡെക്സ ആക്യുറേറ്റ് ആണ്, പക്ഷേ അത് നമുക്ക് വെരി കോസ്റ്റ്ലി ആണ്. ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് $5,000 വേണ്ടി വരും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി റേഡിയേഷൻ വരും. അപ്പോൾ അത് നമുക്ക് ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയോ ഒബേസിറ്റി മാനേജ്മെൻറ്റിൻ്റെയോ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ജസ്റ്റ് ഒരു അല്ലാത്ത രീതി മറ്റു പല ബോൺ ഡെൻസിറ്റി നോക്കാൻ അങ്ങനത്തേനൊക്കെയാണ് നമുക്ക് ഡെക്സ ശരിക്കും പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ബോഡിയുടെ കോമ്പോസിഷനെ കുറിച്ചും കൂടെ ഒരു ഐഡിയ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ നമ്മളുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഫാറ്റ് റെഡ്യൂസ് ചെയ്യാന്നാകണം. അല്ലാതെ മസിലും ബോണും ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ അലൗ ചെയ്യരുത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ മസിലും ബോണും നമുക്ക് ഒരാളുടെ ബോഡിയിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ബെസ്റ്റ് ഡെവലപ്മെൻറ്റ് വരുന്നത് 24-25 ഇയേഴ്സ് ആകുമ്പോഴേക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മസിലും ബോണും കുറയാൻ തുടങ്ങും ഒരു നാച്ചുറൽ പേസിൽ തന്നെ. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനാണ് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. വ്യായാമത്തിൻ്റെ ആവശ്യം തന്നെ നമ്മൾ മസിൽ മാസും ബോൺ മാസും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റിയും ഫുഡ് കറക്റ്റ് ചെയ്ത് കാലറിയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതായത് നമ്മളുടെ ബോഡിയിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കാർബോഹൈഡ്രേറ്റ് വന്നു കഴിഞ്ഞാലും അത് ഫാറ്റായിട്ടാണ് മാറുന്നത്. അതിനെയാണ് നമ്മൾ ഒഴിവാക്കാൻ നോക്കേണ്ടത്. അപ്പം ബേസിക്കലി നമ്മളുടെ ഒരു ബോഡി കോമ്പോസിഷൻ നോക്കിയാൽ, നമ്മളൊരു മോളിക്കുലർ ലെവലിൽ നോക്കിയാൽ നമ്മൾ 70%, 65-70% വാട്ടറാണ്. അതിനും പിന്നെയും കൂടെ നമ്മൾ കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 65% ഓക്സിജനാണ്. പിന്നെ ഉള്ളത് ഹൈഡ്രജനാണ്. നെക്സ്റ്റ് കൂടുതലായിട്ട് വരുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്. നെക്സ്റ്റ് കാർബൺ ആണ്. കാർബൺ ഒരു 18.5% ആണ്. പിന്നെ ഹൈഡ്രജൻ 9.5% വരും. പിന്നെയാണ് നൈട്രജൻ ഒരു 3.7% വരും. പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടെ കൂടിയാലും അതായത് മിനറൽസ് എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു 4%. ഈ മിനറലിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള കാൽസ്യം. നമുക്കറിയാം ബോണിനകത്ത് കാൽസ്യം ഫോസ്ഫറസും. അത് കാൽസ്യം ഓൾമോസ്റ്റ് 1.5%, ഫോസ്ഫറസ് ഒരു 1% വരും. പിന്നെ ബാക്കി വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടെ കൂടി ബാക്കിയുള്ള ഒരു 1.5% വരുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ മോളിക്കുലർ ലെവലിലുള്ള നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ. നെക്സ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ ഒരു 65% വരെ വന്നു. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഫുഡിനകത്തൊക്കെ പറയില്ല പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ പ്രോട്ടീൻ ഇത്ര വേണം, കാർബോഹൈഡ്രേറ്റ് ഇത്ര വേണം, ഫാറ്റ് ഇത്ര % വേണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴും നമ്മളുടെ ബോഡിയിൽ വാട്ടർ 65% കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീനാണ് 16%. പിന്നെ ഫാറ്റ് 16%. ഐഡിയൽ കോമ്പോസിഷനിൽ പ്രോട്ടീൻ 16% ഉണ്ടാവും, ഫാറ്റ് അറൗണ്ട് 16% ഉണ്ടാവും.
കാർബോഹൈഡ്രേറ്റ് ഉള്ളി 1% ആണ്. അപ്പം നമ്മുടെ ബോഡി കോമ്പോസിഷൻ, നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് സസ്യാഹാരമാണല്ലോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് അതിനകത്ത് മെയിൻ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനാണ് അതിനകത്ത് വരുന്നത്. പിന്നെ പിന്നെ നമ്മളുടെ ഇതിൽ വരുന്നത് മിനറൽസ് ഒരു 6% ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഫാറ്റ് പെർസെൻറ്റ് 16% എന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന്, ഈ ബ്രെയിനും നെർവ്സിനും ഫാറ്റ് 60% ഫാറ്റാണ്. അതിനകത്ത് വെള്ളത്തിൻ്റെ, പിന്നെ ബാക്കി ഓൾമോസ്റ്റ് 40%ഓളം വെള്ളമാണ് വരുന്നത്. അവിടെ പ്രോട്ടീൻ ഇല്ല. ബ്രെയിനും നെർവ്സും അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ബ്രെയിനും നെർവ്സിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റും വാട്ടറുമാണ് വരുന്നത്. അതിനകത്ത് കാര്യമായിട്ട് പ്രോട്ടീനും ഇല്ല, മിനറൽസും ഇല്ല. അപ്പം നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് കോമ്പോസിഷൻ്റെ ഫാറ്റിൻ്റെ തന്നെ ആ കോമ്പോസിഷൻ കറക്റ്റ് ആവേണ്ടത് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മളിപ്പോൾ പ്രോട്ടീൻ, എന്തിനാണ് നമ്മൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി മസിലും നമ്മളുടെ കണക്റ്റീവ് ടിഷ്യൂ, അതായത് നമ്മളെ എല്ലാ ബോഡിയുടെ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലിപ്പോൾ നമുക്കറിയാം, നമ്മൾ വീടുണ്ടാക്കുന്ന ഇഷ്ടിക വെച്ചാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ പരിക്കന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ ടിഷ്യൂവിനെയും കണക്ട് ചെയ്തുകൊണ്ട് വെച്ചിരുന്നൊരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. പിന്നെ മിനറൽസ്, ബോണിനകത്ത് മെയിൻലി മിനറൽസ് ആണ് വരുന്നത്. ഇപ്പോൾ ഫാറ്റ് ആണെങ്കിൽ ഇതിലാണ് വരുന്നത്. നമ്മുടെ സെല്ലിൻ്റെ എല്ലാം ലൈനിങ്, ഒരു മോളിക്കുലർ സെല്ലുലാർ ലെവലിൽ വരുമ്പം എല്ലാ സെല്ലിനകത്തുള്ള അവയവങ്ങളുണ്ട്. ചെറിയ ചെറിയ മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു ലൈനിങ് ഉണ്ട്. അതും ഫാറ്റ് വെച്ചാണ്, ഫാറ്റി ബൈലാർ എന്ന് പറയും. ഫാറ്റി ആസിഡ്സ് വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബ്രെയിനും നെർവ്സും ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ മെയിൻലി ഫാറ്റാണ്. പിന്നെ ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ടിഷ്യൂ. അതാണ് നമ്മുടെ സ്കിന്നിനടിയിലെല്ലാം ഒരു ലെയർ ഓഫ് ഫാറ്റ് ഉണ്ടാവും. അതാണ് നമുക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്നത്. അപ്പോൾ നമ്മൾ തീരെ മെലിഞ്ഞു പോയൊരു, ശോഷിച്ചു പോയൊരു, നമ്മൾ പറയും എല്ലും തോലുവാന്ന്. അപ്പോൾ അവരുടെ റിബ്സൊക്കെ നമ്മുടെ വാരിയലൊക്കെ ഇങ്ങനെ അകലേന്ന് നമുക്ക് എണ്ണാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ഹെൽത്ത്. ഈവൻ നമ്മൾ ഡോഗ്സിൻ്റെ പോലും പറയും അണ്ടർ നറിഷ്ഡ്. ഡോഗ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു വാരിയിൽ എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അത് അണ്ടർ നറിഷ്ഡാണ്. അതേസമയത്ത് നമുക്ക് കാണുമ്പോൾ വാരിയലുകളൊന്നും കാണുന്നില്ല, അതേസമയം തൊട്ട് നോക്കുമ്പോൾ അത് കിട്ടാനും പറ്റണം. അത് പാൽപ്പേറ്റ് ചെയ്ത് നോക്കും, അതായത് തൊട്ട് നമ്മൾ നോക്കുമ്പോൾ വാരിയൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അത് ഓവർ ഫാറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഫാറ്റ് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് വാരിയൽ കിട്ടാതാവും. അപ്പം അതാണ് ഈവൻ ഡോഗ്സിൻ്റെത് നമുക്ക് ഹ്യൂമനും ആപ്ലിക്കബിൾ ആണെന്നുള്ള സാധാരണ ഓണസും പെറ്റോപ്റ്റസും ഒക്കെ അത് പറയാറുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ എപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെ വെച്ച് കവർ ചെയ്തല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ബേസിക്കലി നമുക്കത് നോക്കുമ്പോഴും അറിയാം, ഇങ്ങനെ റിബ്സിൻ്റെ ഇടയിൽ ഒരു ഫിൽഡ് ആണെങ്കിൽ അതിൻ്റെ ഓവർ ഫില്ലാകാനും പാടില്ല. അതാണ് നമ്മൾ ഫാറ്റിൻ്റെ അളവ്. അപ്പോൾ ഫാറ്റ് സ്കിന്നിനടിയിൽ നമ്മളുടെ മസിലും ബോണിനെയും ഒക്കെ കവർ ചെയ്ത് മാത്രമല്ല, ഈവൻ ബ്ലഡ് വെസൽസ് പോകുന്ന വഴി, ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഒന്നിച്ചാണ് പോകുന്നത്. രക്തക്കൊഴലുകൾ, ധമനിയും ആർട്ടറിയും ഒക്കെ ഒന്നിച്ച് പോകും. അതിൻ്റെ കൂടെ ആയിരിക്കും നെർവ്സ് പോകുന്നത്. അതിൻ്റെ കൂടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ട്, അതും എപ്പോഴും കവർ ചെയ്തായിരിക്കും. മിക്കവാറും എല്ലാ അവയവങ്ങളുടെയും, ഈവൻ എല്ലാ സ്മോൾ രക്തക്കൊഴലുകൾക്ക് പോലും പുറമെ ഒരു ഫാറ്റിൻ്റെ കവറേജ് ഉണ്ടാകും. ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടാണ്. പിന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലും എല്ലാം കവർ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പം ഫാറ്റ് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് വരും. പിന്നെ നമ്മളുടെ ഒരു ബോഡിക്ക് ഷേപ്പ് കൊടുക്കും. അതുപോലെ സ്റ്റോറേജ് എനർജിയാണ്. ഏറ്റവും കോമ്പാക്റ്റായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന രീതി, നമ്മളുടെ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന രീതി ഫാറ്റാണ്. അത് ഹൈഡ്രോ കാർബൺ ആണ്. നമുക്കറിയാം നമ്മുടെ മിനറൽ ഓയിൽ, നമ്മൾ പെട്രോളിയം ഒക്കെ ഹൈഡ്രോ കാർബൺ ആണ്. അതിൻ്റെ വേറൊരു ഫോമാണ് നമ്മളുടെ ഫാറ്റും വരുന്നത്. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസിലി അവൈലബിൾ എനർജിയാണ്. പക്ഷെ അതിന് കൂടുതൽ സ്പേസ് വേണം. അതിനകത്ത് ഓക്സിജൻ ആറ്റംസും കൂടെ കയറി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്ലൂക്കോസിലാണെങ്കിൽ അത് നമ്പർ 6 കാർബൺ ആറ്റത്തിനൊപ്പം ഓക്സിജൻ ആറ്റം കൂടെ വരും. അതേസമയത്ത് ഫാറ്റിനകത്താണെങ്കിൽ അവിടെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ എന്താ, നമുക്ക് മോർ ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മളുടെ ബ്രീത്തിങ് അതനുസരിച്ച് കൂടുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഫാറ്റ് യൂസ് ചെയ്ത് പോയി നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്.
നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഫാറ്റിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഈ ഫാറ്റ് നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അതുപോലെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞാൽ മസിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ എല്ലാ സെല്ലിൻ്റെയും സെൽ വാൾ ഉണ്ടാക്കാനും ബ്രെയിനിനും നെർവ്സിനും ഈവൻ സ്കിന്നിൻ്റെ ആ സർക്യൂട്ട് ഒരു സ്കിന്നിൻ്റെ ഡെർമിസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഈ ഫാറ്റിൻ്റെ അളവ് ഇതിലൊക്കെ കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ നെർവിൻ്റെ നമുക്ക് സെൻസേഷനൊക്കെ അറിയുന്ന നെർവ്സ് വെച്ചാണല്ലോ. അപ്പോൾ ഈ നെർവിൻ്റെ എല്ലാ പാർട്ടും ഉണ്ടാക്കാനായിട്ട് ഫാറ്റ് വേണം. എല്ലാ ഫാറ്റും അതിനത്ര നല്ലതല്ല. ഏറ്റവും അതിനകത്ത് ബോഡി ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന 4 തരം ഫാറ്റാണുള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ്, ഒന്ന് omega-3, omega-6, omega-9. പിന്നെ നമ്മുടെ ആനിമൽസിൻ്റെ ഫാറ്റിലെ ഒരു പ്രത്യേക ഘടകമാണ് കൊളസ്ട്രോൾ. ഇതുണ്ടെങ്കിലാണ് നമ്മളുടെ കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മുടെ സെല്ലിന് ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്നതും സെല്ലിൻ്റെ ആ ഷേപ്പ് ഒക്കെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതും കൊളസ്ട്രോളാണ്. കൊളസ്ട്രോളിന് കൂടുതൽ അതല്ലാത്ത ഫങ്ഷനുണ്ട്, ഹോർമോൺസ് ഉണ്ടാക്കുക, അതുപോലെ വൈറ്റമിൻ ഡി ഉണ്ടാക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾക്കും കൊളസ്ട്രോൾ വേണം. അതുകൂടാതെ വേണ്ട ഒരു ഘടകമാണിത്. അപ്പോൾ omega-3, 6, 9 ആണ് നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിൽ തന്നെ omega-3, 6 ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആ സെല്ലുലാർ ലെവലിലും കറക്റ്റ് ആകുമ്പോഴായിരിക്കും നമ്മുടെ ഹെൽത്ത് ഒപ്റ്റിമം ആവുന്നത്. അമിതവണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭക്ഷണക്രമത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കൂടിയ അതിനെ ഫാറ്റാക്കി മാറ്റും. ഫാറ്റിൻ്റെ അളവ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ വന്നാലും, അതായത് അതിൻ്റെയൊക്കെ പർപ്പസ്, ഫാറ്റിന് omega-3, 6, 9 ബോഡി ബിൽഡിംഗ് പർപ്പസ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റിന് മെയിൻലി ഫോർ എനർജിക്കാണ്, അതുപോലെ കാർബോഹൈഡ്രേറ്റും എനർജിക്കാണ്. അപ്പം നമ്മുടെ ബോഡിക്ക് വേണ്ടാത്തതിൽ കൂടുതൽ എനർജി നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫാറ്റാക്കി സ്റ്റോർ ചെയ്യും. അപ്പം ഓവർ വെയ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു. അപ്പം അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കുറഞ്ഞു പോയി, നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞു. ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫാറ്റിൻ്റെയും അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഓവർ വെയ്റ്റ് കൂടും. അതാണ് നമുക്ക് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ബേസിക്കലി പണ്ട് നമ്മൾ ഫാറ്റ് ഒരു ഇനേർട്ട് കാര്യമാണെന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ വരുമ്പോഴാണ് ഓവർ വെയിറ്റ് ആയി പോകുന്നത്. ഇതൊരു അന്തർസ്രാവി ഗ്രന്ഥിയിൽ എന്ന് പറയില്ല, നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയസ് ഒക്കെ പോലെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. നമ്മുടെ ഫാറ്റിൽ ഒരു ഹോർമോണല്ല, പലതരം ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ, റെസിസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയി വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഇതൊക്കെയാണ് നമ്മളുടെ ബ്രെയിനിൽ നിന്നുള്ള നമ്മളുടെ ഇമ്പൾസസിനെ, നമ്മുടെ വിശപ്പിനെ പോലും, അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനും നമ്മളുടെ ഫുഡിൻ്റെ ഇൻടേക്ക് കൺട്രോൾ ചെയ്യുന്നത് പോലും ഈ ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ, റെസിസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ പല ഹോർമോൺസിനുമാണ് ഇമ്പോർട്ടൻസ്. അപ്പം അതിൻ്റെ കൺട്രോളും കൂടെ പോകുന്നതാണ് നമ്മളുടെ ഒബേസിറ്റിക്ക് കാരണമാകുന്നതും. അതുപോലെ തന്നെ ഒബേസിറ്റി മൂലവും ഇതിൻ്റെ കൺട്രോളുകൾ പോകും. അതുപോലെ നമ്മൾ പല രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, ശരിക്കും നമ്മൾ മുഴയെന്ന് പറയുമ്പോൾ നമ്മളൊരു മുഴ വരുമ്പോഴാണല്ലോ ഒരു ക്യാൻസറാണ് അല്ലെങ്കിൽ മുഴ വന്നു ട്യൂമറാണോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശരിക്കും വയറ് തള്ളി വന്ന് കൊടവയറ് പോലെ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒരു ട്യൂമറായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളെയും, ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അല്ല അതുകൊണ്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും ഒക്കെ വരുന്നതിന് മുമ്പ് മിക്കവാറും ഈ ഒബേസിറ്റി കുടവയറ് വന്നിട്ടുണ്ടാവും. അവിടെ വെച്ച് അതിനെ ഒരു ട്യൂമറായിട്ട് കാണുകയാണെങ്കിലും നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളിലേക്ക് പോകുന്നത് തന്നെ തടയാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ അമിതവണ്ണം കൊണ്ട് വരുന്ന പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അമിതവണ്ണം കുറയ്ക്കാനുള്ള ഒരു താല്പര്യവും വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട്, കാരണം എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്, എല്ലാവരും ഏറ്റവും എൻജോയ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഭക്ഷണം. അപ്പം അത് കൺട്രോൾ ചെയ്യാതെ നമുക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്
വ്യായാമം ചെയ്യാൻ. അപ്പം അതിൻ്റെ അത് ചെയ്യേണ്ടതിൻ്റെയും ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടതും വ്യായാമം ചെയ്യേണ്ടതും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അതും നമ്മുടെ രോഗവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുകയും ചെയ്താലേ പറ്റുള്ളൂ. അതിൽ ഒന്ന് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് വെയിറ്റ് കൂടുക. നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കാണുന്ന രോഗങ്ങളിലെല്ലാം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതാണല്ലോ. എല്ലാവരും കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്, കുറച്ച് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു ഇതാണല്ലോ, പ്രഷറും. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ. ഇതെല്ലാം ഒരു സിൻഡ്രോമിൻ്റെ പാർട്ടാണ്. അപ്പം അവിടെ ആദ്യം വരുന്ന ഘടകം കൊഴുപ്പ് കൂടുന്നു എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ്. ഇന്ത്യൻസിന് ശരിക്കും പറഞ്ഞാൽ സാധാരണ വെസ്റ്റേണേഴ്സിനൊക്കെ ആണെങ്കിൽ BMI 25 വരുമ്പോഴേ ഈ മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങുള്ളൂ. പക്ഷേ ഇന്ത്യൻസിന് ഇവിടെ കാണുന്നത് 23 BMI എത്തുമ്പോൾ തന്നെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം വരാൻ തുടങ്ങുന്നു. ഇപ്പം ഈ ആക്ച്വലി അതിലും താന്നു വരികയാണ്. കാരണം നമ്മളുടെ ഇപ്പം ഈ സെഡൻഡറി ലൈഫ് വന്നതോടുകൂടി നമ്മളുടെ മസിലും ബോണും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് മസിലും ബോണും കുറയുകയും ചെയ്യും, ഫാറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരേ വെയിറ്റ് ആണെങ്കിലും, ഒരേ BMI ആണെങ്കിലും. അപ്പം BMI 25 ആണെങ്കിലും നല്ല 2-3 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല 8 hours ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്ക് ഫാറ്റ് വല്ല 15% കാണുള്ളൂ. അതേസമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഒരു ടെക്കി ഇപ്പോഴത്തെ വർക്ക് കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് വർക്കുകളാണല്ലോ, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലല്ലോ. ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് സെയിം BMI ആണെങ്കിലും 23 BMI ആണെങ്കിലും 25 BMI ആണെങ്കിലും അവർക്ക് ഫാറ്റ് ഒത്തിരി കൂടുതലായിരിക്കും. ചിലപ്പം 15 വേണ്ടിടത്ത് 30-35 ഒക്കെ ആയിരിക്കും അവരുടെ ഫാറ്റ് ലെവല്. അവിടെയാണ് നമ്മുടെ രോഗങ്ങൾക്കും തുടക്കം വരുന്നത്. അപ്പം ഈ ഹോർമോണൽ ഇംബാലൻസ് വരും, അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി വരാം, സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം, പിന്നെ ഈ ഇതിൻ്റെ കൂടെ പലപ്പോഴും ഇൻഫെക്ഷൻസ് വരും. അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ സീരിയസ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കോവിഡ് വന്നപ്പോൾ കണ്ടു, ഒബേസിറ്റി ഉള്ളവർക്കാണ് പലപ്പോഴും മരണത്തിലേക്കും അല്ലെങ്കിൽ സീരിയസ് പ്രോബ്ലംസിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ അലർജിക്ക് ചാൻസ് കൂടും. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് ചാൻസ് കൂടും. ഈ പലപ്പോഴും കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ അവർ ഒബേസായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അസുഖം വന്നു കഴിയുമ്പോഴായിരിക്കും അവർ ക്ഷീണിച്ചു പോകുന്നത്. പലപ്പോഴും നോക്കിയാൽ മതി, ക്യാൻസർ പേഷ്യൻസ് ക്യാൻസർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർക്ക് മിക്കവാറും അവർ ഒബേസായിരിക്കും. അത് കഴിഞ്ഞ് ക്യാൻസറൊക്കെ വന്ന അവരുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ വെയിറ്റ് കുറഞ്ഞു വരുന്നത്. ഡയബറ്റീസ്, ഈവൻ ടൈപ്പ് 2 ഡയബറ്റീസ് പലപ്പോഴും വെയിറ്റ് കുറയാൻ തുടങ്ങുന്നത് ഡയബറ്റീസ് അങ്ങ് അതിക്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് ബോഡിക്ക് ഒട്ടും പറ്റാതെ വരുന്ന ഒരവസ്ഥയിലാണ് വെയിറ്റ് റിഡക്ഷൻ തുടങ്ങുന്നത്. പിന്നെ പലപ്പോഴും സൈക്യാട്രിക് ഇൽനെസ്, പലപ്പോഴും ഓവർ വെയിറ്റ് ഉള്ളവർക്കാണ് ഈ സൈക്യാട്രിക് പ്രോബ്ലംസ്, ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇത്തരം ഓട്ടോഇമ്യൂൺ ഡിസീസ്, ഈവൻ ആർത്രൈറ്റിസ്, ഈ മുട്ടിന് തേയ്മാനം, അല്ലെങ്കിൽ നട്ടലിന് ഡിസ്കിന് തേയ്മാനം, ഇതെല്ലാം വരുന്നത് മിക്കവാറും ഒബേസിറ്റിയുടെ ഭാഗമായിട്ടും കൂടെയാണ് ഉണ്ട്. പിന്നെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർക്കും വരാം, അതിൻ്റെ മെക്കാനിസം വേറെയാണ്. ബേസിക്കലി ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം പല രോഗങ്ങളും ഈ നമ്മളുടെ കൊഴുപ്പുമായിട്ട് കണക്ട് ചെയ്താണ്, ഇൻക്ലൂഡിങ് നമ്മളുടെ സൈക്യാട്രിക്, ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, ഈവൻ സ്കിസോഫ്രീനിയ, ഇങ്ങനെയുള്ളവരിലെല്ലാം നമ്മൾ കാണാൻ പലപ്പോഴും ഓവർ വെയിറ്റുമായിട്ട് ഇതിനകത്ത്, അതും ഓവർ വെയിറ്റ് മീൻസ് എക്സസ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഇടിയുന്നതുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഒബേസിറ്റിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഓവർ വെയിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഫുഡും എക്സസൈസും. കാലറി കൺട്രോൾ ചെയ്യുക, എത്ര കാലറി കുറയ്ക്കാൻ പറ്റും അത്രയും കുറയ്ക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എപ്പോഴും ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും പലരും. അപ്പോൾ ഈ മരുന്നുകളുടെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും പറ്റുകയില്ല. കാരണം ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറിന് അസ്വസ്ഥത വരും. അപ്പം അതുപോലെ തന്നെ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തലകറക്കം വരും, ഷുഗർ കുറഞ്ഞു പോകും. പിന്നെ BP മരുന്ന് കഴിക്കുന്ന പല മരുന്നുകളുണ്ട്. അപ്പം ഈ പെയിൻ കില്ലേഴ്സ് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും.
പിന്നെ പലപ്പോഴും രോഗമുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് ഇപ്പം കാലിന് വേദന, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഇതൊക്കെ ഉള്ളവർക്ക് പലപ്പോഴും നമുക്കിപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പല്ലേ പ്രധാനമായിട്ട് വരുന്നത്, അത് പലപ്പോഴും ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ സിക്കായിട്ടിരിക്കുന്ന ഒരാൾക്ക് അധികം എക്സസൈസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പം ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ട്, അപ്പം ആരോഗ്യം കൊണ്ട് ഇച്ചിരി ഓവർ വെയിറ്റ് ഒക്കെയാണ്, നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് സ്വയം ആണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും രോഗം അതിക്രമിച്ചു മൾട്ടിപ്പിൾ മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് സ്വയം നമുക്ക് എക്സസൈസ് ചെയ്യാനോ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പിന്നെ നമ്മൾ ഇപ്പം മോഡേൺ മെഡിസിനിലാണെങ്കിൽ മരുന്നുകളായിട്ട് കൊടുക്കുന്നത് ഒന്ന് വിശപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളാണ്. അത് പലതരം മരുന്നുകൾ ഇന്നുണ്ട്. അത് നമ്മൾ ബ്രെയിനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ അപ്പറ്റൈറ്റ് സെൻറ്റർ ബ്രെയിനിലാണല്ലോ. അപ്പോൾ അവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം മരുന്നുകൾ പലപ്പോഴും ഒരു സൂയിസൈഡൽ ഐഡിലേഷൻ, അങ്ങനത്തെ ഒരു സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് അങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഡയബറ്റിസിൻ്റെ പാർട്ടായിട്ട് വയറ്റ് കുറയ്ക്കാനുള്ള ഒരു ഫ്യൂ ഡയബറ്റിക് മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് ആയിട്ടുള്ളതുണ്ട്. അതിൻ്റെ ഇപ്പോൾ എന്തോ ഒരു ഓറൽ ഫോംസും വരുന്നുണ്ട്. അതിന് ഒരു മെയിൻ ഒരു സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഡിപ്രഷൻ അങ്ങനത്തെ പ്രോബ്ലംസ് വരാം. രണ്ടാമതായിട്ട് അത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിൽ നീർക്കെട്ട് വരുന്ന ഒരു മെഡിക്കൽ എമർജൻസി പോലെ പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം. അതുപോലെ തൈറോയിഡിൽ, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, അതിനൊരു മെഡിലറി കാർസിനോമ ഉണ്ടാക്കാം എന്നുള്ളതാണത്. അങ്ങനെ ചില മരുന്നുകൾക്ക് അത്ര സൈഡ് ഇഫക്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് മരുന്നുകൾ എടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിലും കൂടെ സൂക്ഷിക്കണം. പിന്നെ ചില ഫാറ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ചില മരുന്നുകളുണ്ട്, കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന, അതിനൊക്കെ ഒരു ലിമിറ്റഡ് യൂസേ ഉള്ളൂ. കാരണം വളരെ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ വൺസ് ഇൻ എ വൈലൊക്കെ അത് ഉപയോഗിക്കാം. പക്ഷെ ഒരു റെഗുലർ യൂസിന് ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് നമ്മളുടെ ഓപ്പറേഷനുകളാണ്. നമുക്കറിയാം ബറിയാട്രിക് സർജറി, അതിനകത്ത് പല രീതിയിലുള്ളതുണ്ട്. ഒന്ന് ഈ ബലൂൺ ഇടുന്ന, വയറിനകത്തേക്ക് നമ്മുടെ ആമാശയത്തിലേക്ക് ഒരു ബലൂൺ ഇട്ട് വീർപ്പിച്ച് വയ്ക്കുക. അപ്പോൾ എപ്പോഴും വയറ് വീർത്തിരിക്കുന്ന പോലെ തോന്നും. അപ്പം ഭക്ഷണം കഴിക്കാൻ താല്പര്യം വരാതിരിക്കും. പക്ഷെ അതൊക്കെ വന്നാലും പക്ഷെ അതൊന്നും അധികം പ്രചാരത്തിൽ വന്നില്ല. കാരണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പലരും വിതിൻ 1 or 2 days തന്നെ ഡോക്ടേഴ്സിനോട് എടുത്തു മാറ്റി, എത്ര അൺകംഫർട്ടബിളായി എടുത്തു മാറ്റാൻ പറയും. അത് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ഇപ്പം അങ്ങനത്തെ സർജറീസ് ഒന്നും അധികം ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും അത് രോഗിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതും കുറച്ച് പൈസ ചിലവ് വരുന്ന ഓപ്പറേഷനുകളാണ്. ബലൂണും ഒക്കെ കോസ്റ്റ്ലിയറാണ്. ചിലപ്പോൾ ലക്ഷങ്ങൾ തന്നെ ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് ചിലവ് വരും. അത് കഴിഞ്ഞിട്ട് വിതിൻ 1 വീക്ക് പോലും ആകുന്നതിന് മുമ്പ് പലർക്കും എടുത്ത് മാറ്റേണ്ട സാഹചര്യം വന്നിട്ടുള്ളതുകൊണ്ട് അത്തരം ഓപ്പറേഷൻസ് ഒക്കെ ഇപ്പം തന്നെ വളരെ കുറവാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ സ്റ്റൊമക്കിനെ തന്നെ, അതായത് നമ്മുടെ ആമാശയത്തെ തന്നെ ചെറുതാക്കുക. അതിപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു 500 to 1 liter കപ്പാസിറ്റിയാണുള്ളത്. നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുകയാണല്ലോ. അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കുറയ്ക്കാനായിട്ട് സ്റ്റൊമക്കിനെ ഒരു സഞ്ചി പോലെയാണെങ്കിൽ അതിനെ ഒരു ട്യൂബ് പോലെയാക്കി കുറയ്ക്കുകയാണ്. ഇന്നൊരു 15 ml കുറച്ചുകൊണ്ട് വരുന്നത്. സ്റ്റൊമക്കിൻ്റെ ആ മെയിൻ പാർട്ടങ്ങ് മുറിച്ച് കളഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതിൻ്റെ കൂടെ അത് മാത്രം സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയും. അത് കൂടാതെ പിന്നെ ഇൻറ്റസ്റ്റൈനെയും കൂടെ ബൈപ്പാസ് ചെയ്യുന്നത്. ഇൻറ്റസ്റ്റൈൻ്റെ ഒരു പാർട്ട്, പ്രത്യേകിച്ച് ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗം, കുറേ ഭാഗം അങ്ങ് ഇതർ എടുത്തു കളയുക, അല്ലെ ബൈപ്പാസ് ചെയ്യുക, അതിനെ ബ്ലൈൻഡ് ആക്കി ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്തോട് ഫുഡ് കടന്നു പോവുകയില്ല. അപ്പോൾ അബ്സോർപ്ഷൻ ചെയ്യാതെ വരും. അപ്പോൾ സ്റ്റൊമക്കിനെ ചെറുതാക്കി ട്യൂബ് പോലെയാക്കി നേരെ ട്യൂബിൽ കൂടെ നേരെ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുക. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റൊമക്കാണ് നമ്മളുടെ ഈ ഭക്ഷണം എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതിനെ അരച്ച് റെഡിയാക്കി അതിന് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് അതിലെ പ്രോട്ടീനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റിലാക്കുക. പിന്നെ പല വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഫോർമാറ്റിലാക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സ്റ്റൊമക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസ് ഒന്നും ഇല്ലാതാവും. അപ്പോൾ ഇത്തരം ഓപ്പറേഷൻ ചെയ്തവർക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ പല വൈറ്റമിൻസും മിനറൽസും ഒക്കെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. നമുക്ക് സ്റ്റൊമക്കിന് സ്റ്റോറേജിൻ്റെ ഒരു ഗുണമില്ലെന്ന് വരിക. അപ്പോൾ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ കഴിച്ച് അവസാനം വരുമ്പോൾ ആദ്യം വെയിറ്റ് കുറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പലരുടെയും സ്റ്റൊമക്ക് വളരെ, നമ്മുടെ ബോഡിയാണല്ലോ അപ്പം വികസിക്കും. അത് നമ്മളുടെ നാച്ചുറലി ഈ സ്റ്റൊമക്ക് 15 ml ആക്കിയത് വളർന്ന് 1/2 liter ആക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് വരും. അപ്പം വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങും.
പിന്നെ രണ്ടാമത്, നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യമൊക്കെ ഛർദ്ദിക്കാൻ വരും, വൊമിറ്റിംഗ് സെൻസേഷൻ വരും, ഒന്നും കഴിക്കാൻ മേലാത്തൊരു സ്റ്റേജിലേക്ക് എത്തും. അതാണ് അതിൻ്റെ. അപ്പം നമ്മൾ ഒരുതരം ഫോഴ്സ്ഫുള്ളി കഴിക്കാത്ത നിലയിലേക്ക് ഒരു മേജർ ഓപ്പറേഷനിലൂടെ എത്തിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ എപ്പോഴും നല്ലത് നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ഫ്യൂ ഡേയ്സ്, വിതിൻ ഒരു 1-2 ആഴ്ച നമ്മളുടെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ സ്റ്റൊമക്ക് ചെറുതാകും, നാച്ചുറലി തന്നെ ചെറുതായിക്കോളും. അപ്പം നമുക്ക് വിശപ്പധികം തോന്നുകയില്ല. ഈവൻ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് പഴയ പോലെ കഴിക്കാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ബറിയാട്രിക് സർജറീസ് എല്ലാം വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഓൺ ദ ടേബിൾ, അതായത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഉണ്ട്, പിന്നെ ലോങ് ടൈം പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും അങ്ങനത്തെ എല്ലാം വരാം. പലർക്കും പ്രത്യേകിച്ച് ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വരും. കാരണം ന്യൂട്രീഷനും കൂടെ കുറയുകയാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ ഒരു പ്രോപ്പർ ഒരു വെയിറ്റ് റിഡക്ഷൻ ആയിട്ടല്ല വരുന്നത്. അപ്പം പിന്നെ അത് കോസ്മെറ്റിക് സർജറി ചെയ്ത് ഈ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നൊക്കെ മാറ്റേണ്ടി വരും. അതും ഒരു പെയിൻഫുൾ ആൻഡ് ഒരു ടീഡിയസ് പ്രൊസീജിയറായിട്ട് മാറും. അതിൻ്റെ വെരി എക്സ്പെൻസീവ് ഓൾസോ. ബറിയാട്രിക് സർജറിയേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും പലപ്പോഴും ഈ ബറിയാട്രിക് സർജറി കഴിഞ്ഞ് ചെയ്യേണ്ട കോസ്മെറ്റിക് ആസ്പെക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട സർജറി. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഫാക്ടറും കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മുടെ ശരിക്കും ഫുഡിലുള്ള മാനേജ്മെൻറ്റ് എങ്ങനെയെന്ന് നോക്കിയാൽ, ഫുഡും എക്സസൈസും ആണല്ലോ. ഐഡിയലി നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, അതാണ് നമ്മൾ ഒരു വെയിറ്റ് റിഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യേണ്ടത്. അപ്പം അതിലെ ഒരു ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഓക്സിജനും വാട്ടറും കൂടാതെ പിന്നെ ഒരു 55 ന്യൂട്രിയൻസ് വേണം. അതിൽ തന്നെ പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു 21 അമിനോ ആസിഡ്സ് ഉണ്ട്. ഫാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു 4 ഫാറ്റ്, omega-3, omega-6, omega-9 എസെൻഷ്യലാണ്. omega-3 omega-6 എസെൻഷ്യലാണ്, അതിന് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ 14 വൈറ്റമിൻസ് വേണം, പിന്നെ 14 മിനറൽസ് വേണം. പിന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് ജീവിക്കുന്ന കുറേ ജീവികൾ, നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ആ മോട്ടിലിറ്റിയും ഇതൊക്കെ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഏകദേശം ഒരു 25 ഗ്രാം ഓഫ് ഫൈബർ വേണം, ഡയറ്ററി ഫൈബർ. ഈ ഡയറ്ററി ഫൈബർ സസ്യാഹാരത്തിലേ ഉള്ളൂ. അതുപോലെ സസ്യാഹാരത്തിൻ്റെ മെയിൻ കാലറിയാണ് മറ്റുള്ളത് വരുന്നത്. അപ്പം കാലറി കുറച്ച് ഒരു 650 കാലറിയിലേക്ക് എത്തിക്കുകയും 650 കാലറി, നമ്മൾ സാധാരണ ഒരു ഡയറ്റ് പറയുമ്പോൾ 2000 കാലറിയിലാണ്. 2000 കാലറിയിൽ തന്നെ നമുക്ക് എല്ലാ ന്യൂട്രീഷനും എത്തിക്കാൻ അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഡയറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഡയറ്റീഷ്യനൊക്കെ കൊടുക്കുന്നത് 2000 കാലറിയിലാണ്. അതിൽ പിന്നെ നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും ന്യൂട്രീഷൻ, ഈ പറയുന്ന 57 ന്യൂട്രീഷനും എത്തിക്കാൻ പറ്റും. പക്ഷേ 650 കാലറിയിൽ ഈ ന്യൂട്രീഷൻ എല്ലാം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് വരുന്നത്. 650 ഇല്ലെങ്കിലും ഒരു 1000 താഴേക്ക് കൊണ്ടുവന്നാലേ ഒരു സബ്സ്റ്റാൻഷ്യൽ വെയിറ്റ് റിഡക്ഷൻ കിട്ടുള്ളൂ. കാരണം നമ്മളുടെ ഇന്നത്തെ സെഡൻറ്ററി ഹാബിറ്റിൽ ഒരു 1000 കാലറിയൊക്കെ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക്. പിന്നെ നമ്മളുടെ കാലറി യൂസേജ് കൂട്ടണം. അതായത് ഒരു കിലോ വെയിറ്റ് കുറയണമെങ്കിൽ 7700 കാലറി യൂസ് ചെയ്യണം. അതായത് 1 കിലോ ഫാറ്റിൽ നിന്ന് കിട്ടുന്ന കാലറിയാണ് 7700 കിലോ കാലറി. അപ്പം അത്രയും കാലറി യൂസ് ചെയ്ത് പോയാൽ മാത്രമേ 1 കിലോ വെയിറ്റ് കുറയുള്ളൂ. അപ്പം നമുക്കൊരു 4 ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ, ഒരു 3 ദിവസം കൊണ്ട് 2500 കിലോ കാലറി എനർജി കൂടുതൽ യൂസ് ചെയ്താൽ നമുക്ക് മതി. പക്ഷേ നമ്മൾ അത്ര എനർജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം, വെറുതെ എനർജി യൂസ് ചെയ്യൂല. അവിടെയാണ് നമ്മുടെ ചാലഞ്ച് വരുന്നത്. അപ്പം നമുക്ക് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോഴിപ്പം നടക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് മാത്രമേ എക്സസൈസ് കിട്ടുള്ളൂ, മെയിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ കാലിലല്ലല്ലോ, എല്ലാവരുടെയും വയറിലാണ് ഫാറ്റ് ഇരിക്കുന്നത്. അപ്പം വയറിൻ്റെ ഫാറ്റും കൂടെ കുറയണം. പലരും ഉണ്ട് നടക്കും, പക്ഷെ അവരുടെ കോടവയറ് കുറയില്ല. അപ്പം ബേസിക്കലി നമുക്ക് രക്തയോട്ടം കൂടുന്നത് കാലിലോട്ട് കൂടിയിട്ട് മാത്രം കാര്യമില്ല. നമ്മളുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസും 230 ബോൺസും ഉണ്ട്. ഈ മസിലിന് എല്ലാ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ രീതിയിൽ ഉള്ള എല്ലായിടത്തേക്കും രക്തയോട്ടം കൂടി നമ്മളുടെ മെറ്റബോളിസം കൂടി നമ്മളുടെ ഫാറ്റ് റിഡക്ഷനും നമ്മളെ ബോഡി ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഫാറ്റ് റിഡ്യൂസ് ചെയ്യുക മാത്രമല്ല മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് വിശപ്പ് തോന്നുകയില്ല. ഈ എക്സസൈസ് ഇല്ലാതെ
ഇരിക്കും. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴും നമുക്ക് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്നും നമ്മളുടെ മസിലിൽ നിന്നും കുറച്ച് തരം ഹോർമോൺസ്, മയോകൈൻസ്, അതുപോലെ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പല ഹോർമോൺസും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ബ്രെയിനിലും നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ഹോർമോൺസിനെ പോലും ഇൻറ്റസ്റ്റൈനിൽ നിന്ന് തന്നെ പല ഹോർമോൺസും എൻസൈംസും എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് കിട്ടണം. 57 ന്യൂട്രീഷൻ കിട്ടണം. അതിൽ ഒരെണ്ണം ഓക്സിജനാണ്. ഈ ഓക്സിജൻ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് വഴിയാണ് നമ്മളുടെ ഓക്സിജൻ കൂടുതൽ കിട്ടുള്ളൂ. നമ്മളുടെ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യണം. ബ്രീത്തിങ് സ്റ്റിമുലേറ്റഡ് ആണ്. ബ്രെത്ത് സ്റ്റിമുലേറ്റഡ് ആകാനും ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, എക്സസൈസ് ചെയ്യുക. നമ്മൾ ശ്വാസം നീട്ടി വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ എടുക്കുക, അത് കഴിഞ്ഞാൽ പറ്റില്ല. നാച്ചുറലി ഒരു ശ്വാസം നീട്ടി കൂടുതൽ ഓക്സിജൻ ഇൻടേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ബാലൻസ് ചെയ്താലാണ് ശരിക്കും നമ്മളുടെ മെറ്റബോളിസം കൂടി നമ്മളുടെ ബോഡിയിലിരിക്കുന്ന ഫാറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മളുടെ ബോഡിയിലെ എക്സസ് ഫാറ്റിനെയും ഒക്കെ കൂടി കൺവേർട്ട് ചെയ്ത് നമുക്ക് മസിലാക്കി മാറ്റി, ബോണാക്കി മാറ്റി നമ്മളുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. ബോഡിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും മസിലും ബോണുമാണ്. ഫാറ്റ് ഒരു 15% to 20% ഫാറ്റ് വരുന്നതിന് കുഴപ്പമില്ല. ലേഡീസ് ആണെങ്കിൽ, ജെൻസിനാണെങ്കിൽ 10 to 15%, ലേഡീസ് ആണെങ്കിൽ ഒരു 15 to 25% വരെ ഫാറ്റ് ആകാം. അതിൽ കൂടുതൽ ഫാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ രോഗം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് നമ്മൾ ആ കൺട്രോൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ഇതുവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ മെക്കാനിസവും സയൻസും ഒക്കെ പറയായിരുന്നു. അപ്പം നമ്മൾ ചുരുക്കി നമ്മൾ എന്ത് ഡയബറ്റീസ്, ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അമിതവണ്ണം കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിയാൽ, ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിള്ളേരുടെ കാര്യത്തിലാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിള്ളേരുടെ BMI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21-ഉം 18-ഉം 25-ഉം ഒന്നും അല്ല നമ്മൾ മനസ്സിലാക്കണം. പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 14 to 18, അത് ഏജ് കൂടുന്നതനുസരിച്ച് 14 to 18 ആണ്. അപ്പം പിള്ളേർക്ക് ഓവർ വെയിറ്റ് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ ഓവർ വെയിറ്റിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഫുഡെല്ലാം ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യലി ടേസ്റ്റ് മേക്കേഴ്സും കളറും എല്ലാം ഇട്ട്, അപ്പം നമ്മൾ ഈ സ്വീറ്റ്സും എല്ലാം ആണല്ലോ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നത്. പിള്ളേർക്ക് ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും പലതും ട്രൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും എല്ലാം കൊടുക്കുമ്പം നമ്മളിങ്ങനത്തെ ഈ ആർട്ടിഫിഷ്യൽ സാധനങ്ങളോടും ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് മേക്കറുകളും ഇട്ടതിനോടുമുള്ള കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനോട് മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. നാച്ചുറൽ ടേസ്റ്റ്, ഈവൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും പിള്ളേർക്ക് ഇഷ്ടമില്ലെന്നായി പോകും. ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഏറ്റവും കഴിയുന്നത് നാച്ചുറൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, ഇങ്ങനെ മൈദ പോലെയുള്ള റിഫൈൻഡ് ഫ്ലോർ അല്ലാത്ത സാധാ റൈസ് ഫ്ലോർ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളിലേക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വലിയവരുടെ കാര്യത്തിൽ നമ്മളുടെ പേരൻസ് ഒബേസിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിള്ളേർക്ക് ഒബേസിറ്റി വരും. അവരാദ്യമൊക്കെ ചിലപ്പോൾ മെലിഞ്ഞിരുന്നെന്നിരുതും, പക്ഷെ ഒരു പ്രായം കഴിയുമ്പോഴേക്കും, കാരണം വീട്ടിലെ ജീവിതശൈലി അതാണല്ലോ. അപ്പം പിന്നെ പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ സേഫ്റ്റി ഉണ്ടാണെങ്കിൽ ആദ്യം അച്ഛനും അമ്മയും നന്നാവണം. അല്ലാതെ നമ്മൾ വണ്ണം വെച്ചിരുന്നിട്ട് പിള്ളേരോട് വണ്ണം വെക്കരുതെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. അത് മാത്രമല്ല, നമ്മളുടെ വീട്ടിലെ ജീവിതശൈലിയും അല്ലെങ്കിൽ നമ്മളുടെ ജെനറ്റിക്സ് തന്നെ ഒരു വണ്ണം വയ്ക്കുന്നതായിരിക്കും. അപ്പം നാച്ചുറലി പിള്ളേർക്കും അതുണ്ടാവും. അപ്പം ജെനറ്റിക്സിൽ നമുക്കൊരു വണ്ണം വയ്ക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കും വെയിറ്റ് കുറയും. അത് തുടക്കത്തിൽ വൺസ് കൂടിപ്പോയാൽ കുറച്ചുകൊണ്ട് വരാൻ വലിയ പാടാണ്. അതുകൊണ്ട് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പലരും പറയും കുടുംബപരമായിട്ട് തന്നെ ഞങ്ങളിങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നവരാ എന്ന് പറയാറുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ടത് അതാണ്. കുടുംബപരമായിട്ട് വണ്ണം ഉണ്ടെങ്കിലും വണ്ണം വെക്കണമെങ്കിൽ അത് ഭക്ഷണത്തിൽ കൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതിനകത്ത് ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മെറ്റബോളിസത്തിലുള്ള വ്യത്യാസവും ജെനറ്റിക്സും ഒക്കെ ഉണ്ടാകും. ചിലരുണ്ടല്ലോ എത്ര കഴിച്ചാലും വണ്ണം വെക്കില്ലാത്തവർ. ചിലർ ഭക്ഷണം ഇച്ചിരി കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് നമ്മുടെ ബോഡി ഇൻറ്റസ്റ്റൈൻ്റെ അബ്സോർപ്ഷനും അത് നമ്മുടെ ബോഡി അസിമുലേറ്റ് ചെയ്യാനുള്ള കഴിവും അല്ലെ അത് ഫാറ്റ് ആക്കാനുള്ള കഴിവും ഒക്കെ കൂടെ വരുമ്പോഴാണ് പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വെച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു നമ്മൾ 650 ഏറ്റവും കുറച്ച് കാലറിയിൽ അതേസമയത്ത് ന്യൂട്രീഷൻ എല്ലാം ഉള്ള ഒരു ഫുഡ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും
ഒരു ഇത് ഫുഡിനെ കുറിച്ച് വരുമ്പോൾ ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കേണ്ടത് അതാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആക്കും എന്നുള്ളതാണ്. അതൊരു വെരി ചാലഞ്ചിങ് ആണ്. എന്നാലും ഒരു പ്രാക്ടിക്കലി ഇപ്പം നമ്മൾ ഐഡിയലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ റിച്ച്, അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഇലക്കറികളിലാണ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പ്രോട്ടീൻ ഇല്ലാതെ പറ്റില്ല. കാരണം നമ്മുടെ പ്രോട്ടീൻ പോകാതെ, മസിലും ബോണും പോകാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഒരാൾക്ക് ഒരു ആവറേജ് നമുക്ക് വേണ്ടത് 50 ഗ്രാം പ്രോട്ടീനാണ് നമ്മൾ ഇന്നത്തെ വെച്ചിരിക്കുന്നത്. പിന്നെ ബോഡി ബിൽഡിങ് ആഗ്രഹിക്കുന്നവർക്ക് അപ് ടു 100 ഗ്രാം പ്രോട്ടീൻ വരെ പോകാം. അപ്പോൾ നമ്മൾ ഫിഷ്, മീറ്റ്, പയറുവർഗ്ഗങ്ങൾ ഇതിനകത്തൊക്കെ ഒരു 100 ഗ്രാമിൽ ഏകദേശം 25 ഗ്രാമാണ് പ്രോട്ടീൻ ഉള്ളത്. 20 to 25, അത് ഓരോന്നിൻ്റെയും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പയറുവർഗ്ഗങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. പയറുവർഗ്ഗങ്ങളും ഫിഷോ മീറ്റോ എഗ്ഗോ ഒക്കെ പോലെയുള്ള സാധനങ്ങളുമാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള സമയത്ത് നമുക്ക് കഴിക്കാവുന്നത്. അതിലാണ് ഏറ്റവും, അതേസമയത്ത് ഫാറ്റ് ആണെങ്കിൽ നോൺ വെജ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലോ ഫാറ്റ് ആയിരിക്കണം. ലീൻ മീറ്റ് ഓർ ലീൻ ഫിഷ് ഓർ എഗ്ഗ് അതുപോലത്തെ സാധനങ്ങൾ മോഡറേറ്റ് ക്വാണ്ടിറ്റി, അതും ഇഷ്ടം പോലെ കഴിക്കാവുന്നില്ല. അതൊരു മാക്സിമം ഒരു 200 ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ. പയറുവർഗ്ഗങ്ങളും ഫിഷോ മീറ്റോ എല്ലാം കൂടെ കൂടി ഒരു 200 ഗ്രാം വരെ, ഇലക്കറികളും പച്ചക്കറികളും എല്ലാം കൂടെ കൂടി ഒരു മോർ വാട്ടറിയൊക്കെ ആണെങ്കിൽ ഒരു 200 ഗ്രാം വരെ, അത്രയും വെച്ച് നമ്മളൊരു ഇങ്ങനെ സോളിഡായിട്ട് കഴിക്കുമ്പോൾ ഒരു തൃപ്തി തോന്നിയെന്നിരിക്കുകയില്ല. അപ്പോൾ കുറച്ചുകൂടി ഒരു സൂപ്പ് ഫോർമാറ്റ് പോലെ ആക്കിയോ ഒക്കെ കഴിക്കുക. അപ്പോൾ സൂപ്പായിട്ട് കഴിക്കുകയാണെങ്കിൽ 200 ഗ്രാം പച്ചക്കറിയും 200 ഗ്രാം ഫിഷ് മീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാകും. ഒരു സൂപ്പ് പിന്നെ ഒരു നേരം സോളിഡ് ഫുഡായിട്ട് കഴിക്കുക, ബാക്കിയുള്ള സമയം ലിക്വിഡായിട്ട് ഒരു 2 to 3 ലിറ്റർ വെള്ളം ഒളിച്ചെല്ലണം. എന്നാലേ, പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് സ്വെറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 2 ലിറ്റർ യൂറിൻ പോകുന്നത് പോലെ വെള്ളം ഒളിച്ചെല്ലണം. അത് സൂപ്പായിട്ടോ ഫുഡായിട്ടോ ഒക്കെ ആയിട്ട് കഴിച്ചാൽ മതിയാവും. പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, നമ്മൾ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇലക്കറികളും ഫ്രൂട്ട്സും ഇതൊക്കെ വരുമ്പോഴേക്കും ആവശ്യത്തിന് പൊട്ടാസ്യം ഒക്കെ കിട്ടിക്കോളും. മോഡറേറ്റ് ആയിട്ട് സാധാ സോൾട്ടും യൂസ് ചെയ്യുക, ഓവർ വരരുത്. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് മതിയാവും ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി വരുന്നത്. അപ്പം അത്രയും സോൾട്ടും നമ്മളുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. പിന്നെ ഒത്തിരി വേർക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് സോൾട്ടിൻ്റെ അളവും കൂട്ടേണ്ടി വരും. ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിയുന്നത് പോലെ എക്സസൈസ് ചെയ്യുക. പിന്നെ ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർ നടക്കുന്ന ഒരു എക്സസൈസ് ആയിട്ട് എടുക്കാതെ ഫ്ലോർ എക്സസൈസ് പോലെയുള്ളത് ചെയ്യാൻ നോക്കും. പിന്നെ സ്വിമ്മിങ്ങും നല്ലൊരു എക്സസൈസാണ്. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർ നമ്മൾ നടന്നു കഴിയുമ്പോൾ കാലിൻ്റെയും ഉപ്പൂറ്റിയുടെയും മുട്ടിൻ്റെയും ഒക്കെ തേയ്മാനം കൂടും. ഈവൻ നമ്മളുടെ ആ കുടവയറും ഒക്കെ വെച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം നടുവിന് സ്ലിപ്പിങ്ങും നടുവിൻ്റെ വെർട്ടിബ്രൽ ഡിസ്ക് തേയ്മാനം കാരണം ഓൾറെഡി അതെല്ലാം വീക്കായിട്ടിരിക്കുകയായിരിക്കും. അപ്പം ഡിസ്ക് ബൾജൊക്കെ വന്ന് നടുവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പം നോർമൽ വെയിറ്റ് ഉള്ള ഒരാൾക്ക് വലിയ കുടവയറും ഒന്നും ഇല്ലെങ്കിൽ നടക്കുന്ന ഒരു നല്ല എക്സസൈസാണ്. നടക്കുകയോ ജോഗിങ്ങോ ഒക്കെ ആവാം. പക്ഷെ ഓവർ വെയിറ്റും കുടവയറും ഒക്കെ ഉള്ളവർ നടപ്പൊരു നല്ല എക്സസൈസ് ആയിട്ട് കാണരുത്. സ്വിമ്മിങ് ആകാം, അല്ലെങ്കിൽ ബെഡിൽ കിടന്നോ അല്ലെങ്കിൽ നിലത്ത് കിടന്നോ ചെയ്യുന്ന എക്സസൈസസ് ആയിരിക്കും ഏറ്റവും അവർക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. പിന്നെ പലപ്പോഴും ഒരു സെൽഫായിട്ട് നോക്കാൻ പറ്റാതെ വരുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ഉണ്ടാവും 8ഉം 10ഉം ഒത്തിരി മരുന്നുകളും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഇതിനെല്ലാത്തിനും കൂടെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രീതിയിലൊക്കെ ഫുഡും കൂടെ അവരെ കൊണ്ട് നോക്കാൻ, പ്രത്യേകിച്ച് ഡയബറ്റീസിനൊക്കെ മരുന്ന് കഴിക്കുമ്പം കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ലെങ്കിൽ തലകറക്കം വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചിലപ്പം സ്വയമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡയറ്റൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്നവർ ആവശ്യം നോക്കാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു എങ്ങനെ വേണം, അതിൻ്റെ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സപ്പോർട്ടും കൂടെ വേണം. എന്നാൽ ഗ്രാജ്വലി മരുന്നുകൾ കുറച്ചുകൊണ്ടൊന്ന് നിർത്താനും കൂടെ പറ്റും. ബേസിക്കലി ഞാൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മിക്കവാറും ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഹാർട്ട് ഡിസീസ് ഇങ്ങനെയുള്ളവർക്ക് എല്ലാം തന്നെ നമുക്ക് മരുന്നുകൾ വിതിൻ എ മന്ത് എല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്തുക മാത്രമല്ല, അതില്ലാതെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കൺട്രോളിലേക്ക് കൊണ്ടുവരാനും പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത്തരം പ്രശ്നങ്ങൾ ഒത്തിരി മരുന്നും ഈവൻ സൈക്കാട്രിക് മെഡിസിൻസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകും. അവർക്കൊന്നും നമ്മൾ മരുന്ന് കൺട്രോളും ഈ ഒരു സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റിയെന്നിരിക്കുകയില്ല.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ദുർമോദസിൻ്റെയും അമിതവണ്ണത്തിൻ്റെയും ജീവിതശൈലി രോഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാന കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കുടവയർ മാറ്റാനും ശരീരവടവും ആരോഗ്യവും വീണ്ടെടുക്കാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ടോ എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന വിഷവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുമ്പെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് അമിതവണ്ണത്തിനും അല്ലെങ്കിൽ കുടവയറിനും അതുപോലെ അതിനോട് കൂടിയുള്ള മെറ്റബോളിക് സിൻഡ്രോമിനും ഒക്കെ എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഒബേസിറ്റി മാത്രം ഉള്ളെങ്കിൽ നമുക്ക് വെയിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ 100 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ കറക്റ്റായിട്ട് പറയുന്നത് അനുസരിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു 20% ഈവൻ 20 kg 3 മാസം കൊണ്ട് കുറയ്ക്കാനാവും. യൂഷ്വലി അതാണ് നമ്മളിപ്പം ഏറ്റവും നന്നായിട്ട് നോക്കുന്നത്. 20% കുറയ്ക്കാൻ പറ്റിയ അത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്നാണ്. 15% കുറയ്ക്കാൻ പറ്റിയ ഫസ്റ്റ് ക്ലാസ്. 10%ലും എന്തായാലും കുറയ്ക്കും എല്ലാവരും. അപ്പം പാസ്സാകാത്തവർ ഉഴപ്പിപ്പോയാൽ മാത്രമേ ഉള്ളൂ. ഈ 3 മാസം കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു 10%ലും കുറയാതെ വരുന്നില്ല. അപ്പം യൂഷ്വലി നമ്മൾ എല്ലാവരും 100 ഒരു 80 അല്ലെങ്കിൽ 75 ആക്കി ലേഡീസൊക്കെ ആണെങ്കിൽ 70-75 ഒക്കെ തന്നെ ഒത്തിരി ഒബേസിറ്റി ആയിരിക്കും അവർക്ക്. മിക്കവാറും നമ്മൾ ഈസി ആയിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ പറയുന്നത്
ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 അതാണ് മാക്സിമം ആകാവുന്നത്. ഒരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് മാക്സിമം ആകാവുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 70 കിലോയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 100 കിലോ ഉണ്ടെങ്കിൽ 30 കിലോ എത്രയാണേലും ഓവർ വെയിറ്റ് ആണ്. ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിലും കുറവാണ്. ഹൈറ്റ് -110 ആണ്. ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -110. ഇപ്പോൾ ഒരു ലേഡിക്ക് ആണെങ്കിൽ 155 സെൻറ്റിമീറ്റർ ആണല്ലോ ഒരു ആവറേജ് ഇന്ത്യൻ ലേഡിയുടെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് 155 സെൻറ്റിമീറ്ററാണ്. അവർക്ക് മാക്സിമം ആകാവുന്നതാണ് 55 കിലോ. അവർ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 45 കിലോ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും അവരുടെയൊക്കെ വെയിറ്റ് മിക്കവാറും ഈ 155 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്ക് 70-75 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും കൂടുതലുണ്ടെങ്കിൽ അത്രയും കുറയേണ്ടി വരും. ഇപ്പോൾ 75 കിലോ ഉള്ള ഒരാൾക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 15 കിലോ ഒക്കെ 7.5 × 20% 15 കിലോ കുറയ്ക്കാൻ പറ്റും. ഒരു 60 കിലോയിലേക്ക് വരാൻ പറ്റും ഒരു 3 മാസം കൊണ്ട്. പിന്നത്തെ 3 മാസം കൊണ്ട് നമുക്കൊരു 50-60-50ലേക്ക് വരാൻ പറ്റും. അപ്പോഴേക്കും അത്രയും 75 കിലോ ഒക്കെ ടോളറേറ്റ് ചെയ്തിരുന്ന ആൾക്ക് ഒരു 65 വരുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിരിക്കും. മിക്കവാറും ഇതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഫാറ്റി ലിവറോ യൂറിക് ആസിഡോ ആർത്രൈറ്റിസോ ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ എല്ലാം മരുന്നുകൾ മിക്കവാറും 1 മാസം കൊണ്ട് തന്നെ നിർത്താൻ പറ്റിയിട്ടുണ്ടാകും. ഇൻക്ലൂഡിങ് ഇപ്പോൾ ഈ ആർത്രൈറ്റിസിനൊക്കെ ചിലപ്പോൾ 3-4 മരുന്നൊക്കെ ഉണ്ടാകും, അല്ലെ പ്രഷറിന് 3-4 മരുന്നുണ്ടാകും. എത്ര മരുന്നുണ്ടെങ്കിലും ഏതൊക്കെയാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളാണോ ഇതിപ്പോൾ നമ്മൾ ഈ എടുക്കുന്നത്, നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ നോക്കുന്നത് നമുക്ക് ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻ്റ് എല്ലാം കറക്റ്റ് അളവിൽ കിട്ടുന്നുണ്ടെന്നും ബോഡിക്ക് വേണ്ട വ്യായാമം എല്ലാ മസിലിനും ബോണിനും വേണ്ട വ്യായാമം കിട്ടി ഹോൾ ബോഡിക്ക് വേണ്ട രക്തയോട്ടം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, അത് ബോഡിയിലെ എല്ലാ ഭാഗത്തും എത്തണം. അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നും ബോഡിക്ക് വേണ്ട റെസ്റ്റ് കിട്ടുന്നുണ്ടെന്നും ഉറക്കം കിട്ടുന്നുണ്ടെന്നും ഇതൊക്കെ ഉറപ്പിക്കുകയും നമ്മളുടെ ഉള്ളിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പുറത്ത് കളയാനുമാണ് നോക്കുന്നത്. അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പം അത് പാരലായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വെയിറ്റ് റിഡക്ഷൻ മാത്രമല്ല കിട്ടുന്നത്. ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഈവൻ സൈക്യാട്രിക് ഡിസീസസ്, ഈവൻ മിക്കവാറും നമ്മൾ സൈക്യാട്രിക് മെഡിസിൻസും എല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. ആകെ നമുക്ക് പറ്റാതെ വരുന്ന മരുന്ന് കുറയ്ക്കാൻ പറ്റാതെ വരുന്ന ഈ പേസ് മേക്കറൊക്കെ ഇട്ടിട്ടുള്ളവരുണ്ടല്ലോ ഹാർട്ടിനകത്ത് ഒരു ഈ ഇതിന് വേണ്ടിയിട്ട്. ആ പേസ് മേക്കർ ഇട്ടിട്ടുള്ളവർക്ക് നമ്മളൊരു ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വാൽവ് റീപ്ലേസ് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന രക്തം കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഈ സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നവരുണ്ടല്ലോ ഹാർട്ടിൽ ബ്ലോക്കിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് സ്റ്റെൻറ്റ് ഇട്ടത് ഒരു 1 ഇയർ കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് എല്ലാ മരുന്നും ഇതിന് മിക്കവാറും നിർത്താൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ളവരും ഒരു 1 ഇയറിലെ ഒരു വർഷത്തേക്ക്, അതായത് ഒരു ഡിസംബറിൽ ഇട്ടതാണെങ്കിൽ അടുത്ത ഡിസംബർ വരെ അവർ ആ ബ്ലഡ് തിന്നർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ളത് എടുക്കണം. കാരണം അതിനകത്ത് സ്റ്റെൻറ്റ് ഇരിക്കുകയല്ലേ, അതേ പോയി ബ്ലഡ് ക്ലോട്ടാകാം. അപ്പം ആ പോസിബിലിറ്റി അങ്ങനെ വന്ന് സ്റ്റോക്കും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ 1 ഇയറിലേക്ക് 1 ഇയർ ആകുമ്പോഴേക്കും എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്റ്റെൻറ്റ് ഇൻകം വന്ന് നമ്മുടെ നമ്മുടെ ഉള്ളിലെ സെൽസ് വന്ന് അതിനെ കവർ ചെയ്ത് കളയും. പിന്നെ അതിൻ്റെ റിസ്ക് വരുന്നില്ല. പക്ഷേ ഈ പേസ് മേക്കറൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഹാർട്ടിനകത്തേക്ക് ഒരു ലീഡ് ഇടുന്നുണ്ട്, 3-4 വയറുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ആ മരുന്ന് എടുക്കേണ്ടി വരും. പക്ഷെ മറ്റുള്ള മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താം. കാരണം നമ്മൾ ഇത് സ്ഥിരം ഓരോ പേഷ്യൻ്റ് അല്ല, മൾട്ടിപ്പിൾ പേഷ്യൻസിൻ്റെ കയ്യിലും ഹൺഡ്രഡ്സ് പേഷ്യൻസിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ എല്ലാം ഒൺലി തിങ് പിന്നെ റിസൾട്ട് കിട്ടാതിരിക്കണമെങ്കിൽ പേഷ്യൻ്റ് ഫോളോ ചെയ്യാതിരിക്കണം. അപ്പം നമുക്കറിയാം കറക്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കുന്നുണ്ടോ, അങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ യൂഷ്വലി ഇതിലേക്കൊക്കെ വരുന്നവർ കുറച്ചും കൂടെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവർ ഫോളോ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് മിക്കവാറും വരുന്നവരെല്ലാം തന്നെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. പിന്നെ ആരെങ്കിലും പറ്റാതെ വരുവാണെങ്കിൽ ചില സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ചില കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെയുള്ളവർക്ക് പോലും കുറേ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ വൺസ് ഒന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതേ വരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ചിലർക്ക് ആർക്കും തന്നെ നല്ലൊരു ശതമാനത്തിന് പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഒരു 10 കിലോ കുറഞ്ഞ് മരുന്നൊക്കെ തീർന്നു കഴിയുമ്പോൾ അല്ലെ 10-15 കിലോ കുറയുമ്പോൾ തന്നെ
അവർക്കത് മതി, ഇനി ഇത്രയൊക്കെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അത് അപ് ടു ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മളുടെ ഹെൽത്ത് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ശരിക്കും അതൊന്നും ആരും അത് നമ്മൾ വെറുതെ രോഗങ്ങളൊന്നും ശരിക്കും വെറുതെ വരുന്നതല്ല. രോഗങ്ങളും നമ്മൾ ആരോഗ്യവും ഒക്കെ നമ്മുടെ ഒരു ചോയ്സ് ആണെന്ന് ഒരു പരിധി വരെ പറയാം, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയുമുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.